നമസ്കാരം. മനസ്സർപ്പിച്ച് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് സാക്ഷാൽ ആറ്റുകാലമ്മ. മനസ്സറിഞ്ഞ് തന്റെ ഭക്തരെ സഹായിക്കുന്നതുമാണ്. അനേകായിരങ്ങളുടെ അനുഭവം കൂടിയാണ് ഇത്. ഐശ്വര്യത്തിനും ഇഷ്ടകാര്യ സിദ്ധിക്കും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചാൽ മതി എന്നാണ് പറയുക. ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ച് പലർക്കും പല വിധത്തിലുള്ള സംശയം തന്നെയാണ് ഉള്ളത്. ആറ്റുകാലമ്മയുടെ സങ്കല്പം എന്താണ് എന്ന് തന്നെ ആദ്യം പരാമർശിക്കാം. ആറ്റുകാൽ ഭഗവതിയെ കൗമാരക്കാരിയായ കണ്ണകിയായാണ് സങ്കല്പിച്ചിരിക്കുന്നത്. എന്നാൽ ഭക്തജനങ്ങൾ മാതൃസങ്കല്പത്തിലാണ് ആരാധിക്കുന്നത്. ഈ വർഷത്തെ പൊങ്കാലയെക്കുറിച്ച് ചില കാര്യങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ആദ്യമേ പരാമർശിക്കാനായി പോകുന്നത് സമയത്തെക്കുറിച്ചാണ്. ഏവരും ആറ്റുകാലമ്മേ ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആ വിശേഷപ്പെട്ടതായ സമയം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം മാർച്ച് 5 കാപ്പുകെട്ടോടെ ആരംഭിക്കുന്നതാണ്. മാർച്ച് 13 വ്യാഴാഴ്ചയാണ് പൊങ്കാല. പ്രത്യേകം ഓർക്കണം, മാർച്ച് 13 തീയതിയാക്കുന്നു. രാവിലെ 10:15 പണ്ടാര അടുപ്പിൽ തീ പകരും. ഉച്ചയ്ക്ക് 1:15 നിവേദ്യം. ഈ സമയങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി പരാമർശിക്കാനായി പോകുന്നത് ഐതിഹ്യത്തെക്കുറിച്ചാണ്. വളരെ വേഗത്തിൽ തന്നെ ഐതിഹ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. മധുരയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ ആറ്റുകാലിലെത്തിയ കണ്ണകിയെ മുല്ലവീട്ടിൽ പരമേശ്വരൻ പിള്ള സ്വാമിയാണ് ആദ്യമായി ദേവിക്ക് നിവേദ്യം സമർപ്പിച്ചത്. പൂരം നക്ഷത്രം അഥവാ കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിലായിരുന്നു ഇപ്രകാരം സംഭവിച്ചത്. കാപ്പുകെട്ടിന് കാർത്തികയുമാണ് നോക്കുന്നത്. ആ കാര്യവും ഓർക്കണം. എല്ലാ കാർത്തികയ്ക്കും ലക്ഷാർച്ചന നടത്തുന്നതുമാണ്. ഇനി പരാമർശിക്കാനായി പോകുന്നത് വ്രതത്തെക്കുറിച്ചാണ്. എപ്രകാരമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്, ഏതെല്ലാം ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കണം, ഈ കാര്യങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കി തീർച്ചയായും അപ്രകാരം തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക. പൊങ്കാല ഇടുന്നവരെല്ലാവരും വ്രതം അനുഷ്ഠിക്കുക തന്നെ വേണം. കാപ്പുകെട്ട് മുതൽ വ്രതം അനുഷ്ഠിക്കുകയാണ് ഏറ്റവും ഉത്തമം. അതിനാലാണ് ഇത്ര നേരത്തെ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള 9 ദിവസമാണ് നിങ്ങൾ വ്രതം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ളത്. 7, 5, 3 ദിവസങ്ങൾ വ്രതം അനുഷ്ഠിച്ച് പൊങ്കാല ഇടുന്നവരുമാണ്. നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇപ്രകാരമാണ് എങ്കിലും നിങ്ങൾക്ക് പൊങ്കാല അർപ്പിക്കാം. ആത്മാവ് ദേവിക്ക് സമർപ്പിക്കുന്നത് പൊങ്കാലയെ കൂടുതൽ ദീപ്തമാക്കുന്നതാണ്. വ്രതം എന്നാൽ ഭക്ഷണത്തിന്റെ നിയന്ത്രണം മാത്രമാണ് എന്ന തെറ്റിദ്ധാരണ പാടുള്ളതല്ല. ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രണം കൂടിയാണ്. ഭക്തിയോടെ എപ്പോഴും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആഹാരം കഴിക്കണമെന്ന് പോലും തോന്നില്ല എന്നതാണ് വാസ്തവം. ക്ഷീണവും നിങ്ങളെ ബാധിക്കുന്നതല്ല. ദൃഢമായ ഭക്തിയോടെ അമ്മ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ച് ഒരു നേരം അരിയാഹാരം കഴിച്ച് ബാക്കി സമയം നിങ്ങൾക്ക് വിശക്കുകയാണ് എങ്കിൽ ഫലവർഗ്ഗങ്ങൾ കഴിച്ചും വ്രതമെടുക്കാം. നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് വ്രതത്തിന്റെ കാഠിന്യം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മത്സ്യവും ലഹരി പദാർത്ഥങ്ങളും മത്സ്യം, മാംസം, ലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടത് അനിവാര്യമാണ്. ഈ ദിവസങ്ങളിൽ ദേവി സ്തോത്രനാമാദികൾ ചൊല്ലുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക. അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ നിത്യവും ദർശനം നടത്തുന്നത് ഫലം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. തീർച്ചയായും ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. എന്നാൽ ഒരു വ്യക്തിയുടെ ആരോഗ്യം അനുസരിച്ച് വ്രതത്തിൽ ചെറിയ വ്യത്യാസങ്ങളാകാം. ഒരിക്കൽ ഒഴിവാക്കാം. പ്രത്യേകിച്ചും ആഹാര കാര്യത്തിൽ മാത്രം. ആ കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾ ഇത്തരത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുവാൻ പാടൂ. കൂടാതെ വ്രതം എടുക്കുന്ന 9 ദിവസങ്ങളും എപ്പോഴും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. സർവ ദുരിതങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ ദുഃഖ ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, സർവ ദുരിതങ്ങളും ഒഴിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുക. നവഗ്രഹ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകാം നിങ്ങൾക്കിടയിൽ. ആ ദുരിതങ്ങളും മാറ്റിത്തരണം എന്നും ദൃഷ്ടിദോഷം, വിളിദോഷം, ശാപദോഷം എന്നിവ മാറ്റിത്തരണമെന്ന്
ദേവിയോട് ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ ദോഷകരമായ കാര്യങ്ങളും അകന്ന് പോവുക തന്നെ ചെയ്യും. വസ്ത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ കാര്യവും പ്രത്യേകം ഓർക്കണം. പൊങ്കാലയിടാൻ കോട്ടൺ കോടി വസ്ത്രമാണ് ഏറ്റവും ഉത്തമമായി പരാമർശിക്കുന്നത്. ഇതിന് സാധിക്കണം എന്നില്ല, ഏവർക്കും സാധിക്കണം എന്നില്ല. അങ്ങനെയുള്ളവരാണ് എങ്കിൽ അലക്കി വൃത്തിയാക്കിയ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് അതീവ ശുഭകരമാണ്. ശരീരശുദ്ധിയും മനഃശുദ്ധിയുമാണ് ഏറ്റവും പ്രാധാന്യം. നല്ല വാക്ക്, നല്ല ചിന്ത, നല്ല പ്രവൃത്തി എന്നിവയോട് വേണം നിങ്ങൾ പൊങ്കാല അർപ്പിക്കുവാൻ. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പൊങ്കാലയുടെ ഫലം ലഭിക്കൂ. മാസമുറിയായ സ്ത്രീകൾ പൊങ്കാലയിടാൻ പാടുള്ളതല്ല. 7 ദിവസം കഴിഞ്ഞ് ശുദ്ധമാണ് എന്ന് സ്വയം ബോധ്യമുള്ളവർക്ക് പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. ആ കാര്യവും ഓർക്കണം. പുലവാലായ്മ ഉള്ളവർ ഒരു കാരണവശാലും പൊങ്കാല ഇടരുത് എന്ന കാര്യവും ഓർക്കണം. പ്രസവിച്ചവരാണ് എങ്കിൽ പ്രസവം കഴിഞ്ഞ് 90 കഴിഞ്ഞതിന് ശേഷമേ പൊങ്കാല ഇടാൻ പാടൂ. ആ കാര്യവും ഓർക്കണം. അല്ലെങ്കിൽ ചോറൂണ് കഴിഞ്ഞു എങ്കിൽ, കുട്ടിയുടെ ചോറൂണ് കഴിഞ്ഞു എങ്കിൽ പൊങ്കാല ഇടാം. ആ കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇനി പരാമർശിക്കാൻ പോകുന്നത് പൊങ്കാല കലത്തെക്കുറിച്ചാണ്. മണ്ണ് ശരീരത്തെയും കലം താഴിക കുടത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. കലത്തിലാണ് പൊങ്കാല ഏവരും സമർപ്പിക്കേണ്ടത്. ഞാൻ എന്ന അഹംഭാവം വെടിഞ്ഞ് ആത്മസമർപ്പണം നടത്തണം. മൺകലം മനുഷ്യ ശരീരവും പായസം മനസ്സുമാണ്. അഗ്നിയുടെ ചൂടുകൊണ്ട് അരി തിളച്ചു മറിയുന്നു. മനസ്സ് നിഷ്കളങ്കമാകുമ്പോഴാണ് പായസം ദേവിക്ക് നാം ഏവരും നിവേദിക്കുന്നത്. പഞ്ചഭൂതം കൊണ്ടുള്ള ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാമക്രോധ ലോഭമോഹ മതം മത്സര്യം എന്നീ ദുഷ്ടതകളാൽ മറച്ചു വച്ചിരിക്കുന്നതാകുന്നു. ഇവ തിളച്ച് മറിഞ്ഞ് ആവിയാക്കി അമ്മയുടെ കാലിൽ അർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല. ആഹാരം അവസാനിക്കാത്ത അക്ഷയ പാത്രമാണ് മൺകലം. അഷ്ടദ്രവ്യങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന അഷ്ടദ്രവ്യ പൊങ്കാല വളരെ സവിശേഷത ഉള്ളതുമാണ്. ആദിലക്ഷ്മി, ഗജലക്ഷ്മി, വിദ്യാലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, സന്താനലക്ഷ്മി, വിജയലക്ഷ്മി, ഐശ്വര്യലക്ഷ്മി എന്നിങ്ങനെയുള്ള ലക്ഷ്മിയുടെ ഐശ്വര്യത്തിനായാണ് അഷ്ടദ്രവ്യ പൊങ്കാലയുടെ പൊരുൾ. ആദിത്യ ഭഗവാന്റെ കത്തിക്കാളുന്ന കുംഭച്ചൂടേറ്റ് തിളച്ചു മറിയുന്ന നിലത്ത് അടുപ്പ് കൂട്ടി അതിൽ പുത്തൻ കലം വച്ചാണ് തീ കത്തിക്കേണ്ടത് എന്ന കാര്യം ഓർക്കണം. ദേവി പാദ പത്മങ്ങളിൽ നമ്മുടെ ദുരിതങ്ങളും പുണ്യവും സമർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല. സൂര്യന്റെ നിറമുള്ള കലമാണ് പുത്തൻ കലത്തിൻ്റെത്. കിഴക്കോട്ട് നിന്ന് വേണം പൊങ്കാലയ്ക്ക് അരിയിടേണ്ടത്. ആ കാര്യം പ്രത്യേകം ഓർക്കണം. കിഴക്കോട്ട് ദർശനമായി നിന്ന് വേണം പൊങ്കാലയ്ക്ക് നിങ്ങൾ അരിയിടേണ്ടത്. പൊങ്കാലയിട്ട പാത്രങ്ങൾ പിന്നീട് ഭവനത്തിൽ കൊണ്ടുപോയി ശുദ്ധിയാക്കി അരിയിട്ട് വയ്ക്കാം. ദിവസവും ചോറിനുള്ള അരിക്കൊപ്പം ഇതിൽ നിന്നും ഒരു പിടി അരി കൂടി അതിലിടണം. അന്നത്തിന് ഒരിക്കലും ബുദ്ധിമുട്ട് വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ആ പാത്രത്തിൽ ചോറ് വയ്ക്കുന്നതിലും തെറ്റില്ല. അടുത്ത പൊങ്കാല ദിവസം വരെയാണ് ഇത് ആവർത്തിക്കേണ്ടത്. പുതിയ പാത്രം വരുമ്പോൾ അവയിലും ഇത് ആവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്രകാരം ചെയ്യുന്നത് ഉത്തമമാകുന്നു. സ്വന്തം വീടിന് മുന്നിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ മുന്നിലോ അമ്മയെ സങ്കല്പിച്ച് പൊങ്കാലയിടാം. ഏവർക്കും ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ, ആ പുണ്യ നഗരിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കണം എന്നില്ല. സാധിച്ചില്ല എങ്കിലും നിങ്ങളുടെ വീടിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ മുന്നിൽ അമ്മയെ സങ്കല്പിച്ച് പൊങ്കാലയിടാം, അർപ്പിക്കണം എന്ന് തന്നെ പരാമർശിക്കാം. ക്ഷേത്രത്തിൽ പോയി പൊങ്കാലയിടാൻ കഴിയാത്തവർക്ക് ഗൃഹ ഐശ്വര്യത്തിനും വാസ്തുദുരിതത്തിനും പരിഹാരമായി ഈ ഒരു കാര്യം ചെയ്യാം. ഇനി പരാമർശിക്കുന്ന കാര്യത്തിനും വളരെ വലിയ പ്രാധാന്യം നൽകണം. പൊങ്കാല വയ്ക്കുന്നതിന് മുൻപ്, പൊങ്കാലയ്ക്ക് തീ പകരുന്നതിന് മുൻപേ അടുപ്പിന് മുൻപിൽ വിളക്കും നിറനാഴിയും വയ്ക്കണം. ദേവതാ സാന്നിധ്യ സങ്കല്പം ഉള്ളതുകൊണ്ടാണ് ഇപ്രകാരം പരാമർശിക്കുന്നത്. അതിൽ കുടുംബ പരദേവതയെയും പരേതാത്മാക്കളെയും സങ്കല്പിക്കുകയും ദുരിതമോചനവും
ഐശ്വര്യവർദ്ധനവും വാസ്തുദുരിതങ്ങളും തീർത്ത് തരണേ എന്ന് പ്രാർത്ഥിച്ചാണ് നിറനാഴിയും പറയും നിലവിളക്കും വയ്ക്കുന്നത്. അടുപ്പ് തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തേണ്ടതുമാണ്. ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഓർക്കുക. ശുദ്ധമായ മനസ്സോടെ ഉയർച്ച വരണം എന്ന പ്രാർത്ഥനയോടെ മാത്രമേ ഈ കാര്യം ചെയ്യുവാൻ പാടൂ. ഒരിക്കലും മനസ്സിൽ ദേഷ്യമുണ്ടാകുവാൻ പാടുള്ളതല്ല. തീർച്ചയായും ഏവരും ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്. ഏവരും ശരിയായ രീതിയിൽ പൊങ്കാല അർപ്പിക്കുവാൻ ശ്രമിക്കുക. ദേവിയുടെ അനുഗ്രഹത്താൽ നാൾക്ക് നാൾ നിങ്ങളുടെ ജീവിതം അനുകൂലമായി തീരുക തന്നെ ചെയ്യും. വീടുകൾ ഉയരുക തന്നെ ചെയ്യും. ദേവിയുടെ അനുഗ്രഹത്താൽ ആ വീടുകൾ, ആ വ്യക്തികൾ നാൾക്ക് നാൾ ഉയരുക തന്നെ ചെയ്യും. ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും അടുത്ത പൊങ്കാലയ്ക്ക് മുൻപെങ്കിലും ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്താതിരിക്കരുത്. പോകുവാൻ ഏവരും പരമാവധി ശ്രമിക്കുക.